2024 ഏപ്രിൽ 14 നിങ്ങൾക്കായി അല്ലെങ്കിൽ മലയാളികൾക്ക് വേണ്ടി മധുരം മലയാളം ബ്രദേഴ്സ് എന്നൊരു ചാനൽ തുടങ്ങുകയുണ്ടായി. അതിലാദ്യമായിട്ട് കർണികാരം എന്നൊരു ഷോർട്ട് ഫിലിമാണ് ടെലികാസ്റ്റ് ചെയ്തത്. അതിനെ തുടർന്ന് ഷോർട്ട് ഫിലിമുകൾ മാത്രമല്ല, മലയാള സിനിമാ സംബന്ധമായ പല കാര്യങ്ങളെ പറ്റിയും അവതരിപ്പിക്കണമെന്ന് അവർക്ക് തോന്നുകയും അങ്ങനെ അതിന് അവർ എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ പേര് മധു. 50 വർഷത്തെ മലയാള ചലച്ചിത്ര സംഗീത ചരിത്രം എഴുതിയതിനെ കൊണ്ടായിരിക്കും അവരെന്നെ വിളിച്ചത്. മലയാള സിനിമയിലെ സംഗീത ലോകത്തെ കുറേ ആൾക്കാരുമായിട്ട് അവരോടൊപ്പം സഞ്ചരിക്കാനും സഹകരിക്കാനും കഴിഞ്ഞതിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ്. അതിൻ്റെ ചില കാര്യങ്ങളാണ് ഞാൻ ഇവർക്ക് വേണ്ടി പറയുന്നത്, മധുരം മലയാളം ചാനലിന് വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ തുടങ്ങാൻ നേരത്ത് ഈ വർഷം 1924 മലയാള സിനിമയിലെ മാസ്റ്റർ എന്ന് വിശേഷണം കൊടുക്കുന്ന അപൂർവം വ്യക്തികളിൽ ഒരാളാണ് പി. ഭാസ്കരൻ മാസ്റ്റർ. അദ്ദേഹം 1950 പുറത്തിറങ്ങിയ ചന്ദ്രിക എന്ന സിനിമയ്ക്ക് വേണ്ടി 2 ഗാനങ്ങൾ എഴുതിക്കൊണ്ട് മലയാള സിനിമാ വേദിയിലേക്ക് എത്തി. അപ്പം അദ്ദേഹം ജനിച്ച് 1924 ഏപ്രിൽ 21 കൊടുങ്ങല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷമായുണ്ട്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പറ്റി സ്ഥിരം പറയാനുള്ള പാട്ടുകളെ പറ്റി, അദ്ദേഹം ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹം കവിയായിരുന്നു, വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ തൊഴിലാളി നേതാവായിരുന്നു, ആകാശവാണിയിലെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്നു, ഗാനരചയിതാവായതിനു ശേഷം തന്നെ നിർമ്മാതാവുകയും സംവിധാനം ചെയ്യുകയും അഭിനേതാവുകയും പിന്നീട് അവസാന കാലത്ത് KSFDCയുടെ ചെയർമാനായിരുന്നു. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ ആദ്യത്തെ സാറ്റലൈറ്റ് ചാനൽ ഏഷ്യാനെറ്റിൻ്റെ അമരക്കാരിൽ ഒരാളുമായി തീർന്നു. അങ്ങനെ ഒരുപാട് പദവികൾ അദ്ദേഹം വഹിച്ചിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും മലയാളത്തിൻ്റെ ഒരു മാസ്റ്റർ തന്നെയായിരുന്നു പി. ഭാസ്കരൻ മാസ്റ്റർ. അപ്പോൾ അദ്ദേഹം എവിടെ തുടങ്ങണമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ഗാനരചനയിൽ തുടങ്ങി. അപ്പോൾ ഗാനരചനയിൽ ആ കാലഘട്ടത്തിലെ കുറച്ച് സംഭവങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം. അദ്ദേഹം 50 ചന്ദ്രിക എന്ന സിനിമ, ശ്രീകൃഷ്ണ ഫിലിംസിൻ്റെ ചന്ദ്രികയിലാണ് അദ്ദേഹം പാട്ടെഴുതുന്നത്. ആ സിനിമയിൽ തന്നെ ചൊരിയുക മധുമാരി എന്നൊരു യുഗ്മഗാനവും കേഴുക ആത്മസഖി എന്ന ഒരു അശരീരി ഗാനം 2 എണ്ണമാണ് എഴുതിയത്. ഇതിന് സംഗീതം പകർന്നത് ദക്ഷിണാമൂർത്തി സ്വാമിയായിരുന്നു. ഇതിലെ മറ്റ് ഗാനങ്ങൾ എഴുതിയത് അന്നത്തെ ഒരു മഹാകവിയായിരുന്ന ശ്രീ തുമ്പമൺ പത്മനാഭൻ കുട്ടിയായിരുന്നു ബാക്കി ഗാനങ്ങൾ എഴുതിയിരുന്നത്. അതിന് സംഗീതം പകർന്നത് ഗോവിന്ദരാജുലു എന്നൊരു സംഗീത സംവിധായകനായിരുന്നു. അങ്ങനെ ഈ 2 ഗാനങ്ങൾ എഴുതി അദ്ദേഹം. പക്ഷെ ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം സിനിമാ ഗാനം എഴുതിയായിരുന്നു. അത് പക്ഷേ മലയാള സിനിമയ്ക്കായിരുന്നില്ല. അത് തമിഴിലെ ജെമിനിയുടെ അപൂർവ സഹോദരങ്ങൾ എന്നൊരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയിൽ പല ഭാഷക്കാർ പാടുന്നൊരു ഗാനത്തിൽ മലയാളി പാടുന്നൊരു ഗാനം ഉണ്ടായിരുന്നു. കടക്കണ്ണിൻ തലപ്പത്ത് കറങ്ങും കരിവണ്ട എന്ന് തുടങ്ങുന്ന ഒരു വരി. അതൊരു ഫുൾ ഗാനമായിരുന്നില്ല. ഔദ്യോഗികമായിട്ട് ഈ ചന്ദ്രികയിലാണ് അദ്ദേഹം ഒരു മുഴുവൻ ഗാനങ്ങൾ പല്ലവി അനുപല്ലവി ചാട്ടം തുടങ്ങിയ ഗാനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിൽ 2 ഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ്. അങ്ങനെ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ കൂട്ടിൽ ദക്ഷിണാമൂർത്തി സ്വാമിയുമായിട്ടായിരുന്നു. ചന്ദ്രികയ്ക്ക് ശേഷം പിന്നീട് ഒരു അവസരം കിട്ടുന്നത് നവലോകം എന്ന സിനിമയായിരുന്നു. നവലോകം സിനിമയിലെ പാട്ടുകൾ ഏറെക്കുറെ എല്ലാ മലയാളികൾക്കും അറിയാൻ പറ്റും. അതിന് ഈ കൂട്ട് സംഗീത സംവിധാനം ദക്ഷിണാമൂർത്തി സ്വാമി തന്നെയായിരുന്നു. അതിലെ ഒരു പാട്ട് പീലിയിൽ പാടിയ ഗായക
അത് ഒരു ഹിന്ദി പാട്ടിൻ്റെ അനുകരണമായിരുന്നു. പിന്നെ ഒരു സ്വതന്ത്രമായിട്ടുള്ള പാട്ടെന്ന് പറയാനാണെങ്കിൽ അബ്ദുൽ ഖാദർ പാടിയ പാട്ട്, അത് നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണും. തങ്കക്കിനാക്കൾ ഹൃദയേ വീശും വനാന്ത ചന്ദ്രികയോ എന്ന ഗാനം ഇന്നും മലയാളികൾ ഓർത്തേക്കും. ഭാസ്കരൻ മാസ്റ്റർ ഒരു പക്ഷേ രേഖപ്പെടുത്തുന്ന മലയാളി അറിയപ്പെടുന്ന ഒരു ഗാനം ഇന്നും അത് തന്നെയാണ്. അമ്മ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് പിന്നീട് ഭാസ്കരൻ മാസ്റ്റർ ഗാനത്തിന് വേണ്ടി തൂലിക ധരിപ്പിക്കുന്നത്. അമ്മ സിനിമയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഗോകുലപാലൻ എന്നൊരു ഗായകന്റെ രംഗപ്രവേശനം കൂടിയായിരുന്നു അമ്മ സിനിമയിൽ. അദ്ദേഹവും ദേവമ്മയും കൂടെ പാടിയൊരു ഗാനമുണ്ട്, വരൂ നീ പ്രേമരമണി, വരൂ നീ പ്രേമരമണി, വരൂ നീലവാനം. അത് പഴയ തലമുറ ഹിറ്റാണ്, ഇന്നത്തെ തലമുറയ്ക്ക് അറിയാവുന്ന അറിഞ്ഞില്ല, എന്നാൽ അത് ആ കാലത്ത് ഒരു ചലനം ഉണ്ടാക്കിയ പാട്ട് തന്നെയായിരുന്നു. പിന്നീട് അദ്ദേഹം തിരമാല എന്ന സിനിമ, വിമൽ കുമാർ ആയിരുന്നു അതിൻ്റെ സംഗീത സംവിധായകൻ. രാമു കരിയാട്ട് ഈ ചിത്രത്തിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അടൂർ ബാസി ആദ്യമായിട്ട് ഒരു ഷോട്ടിൽ പങ്കെടുത്ത ഒരു ചരിത്രം കൂടെ ഈ സിനിമയ്ക്കുണ്ട്. അതിന് ശേഷം അസോസിയേറ്റഡ് പിക്ചേഴ്സിൻ്റെ ജയമാരുതിയുടെ മുൻപുള്ള പേരാണ് ടി വാസുദേവൻ. അദ്ദേഹത്തിൻ്റെ ആശാദീപം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് പിന്നീട് പാട്ടുകൾ എഴുതുന്നത്. അതിനുശേഷം ആ ഗാനങ്ങളൊന്നും വലിയ പ്രസക്തങ്ങളായില്ലെങ്കിലും ചരിത്രത്തിന് വഴിമാറുന്നതും മലയാള സിനിമയ്ക്ക് ഒരു ചലനമുണ്ടാക്കിയ സിനിമ അതിന് ശേഷം പുറത്തുവന്ന നീലക്കുയിൽ എന്ന ചിത്രത്തിൽ 1954 നീലക്കുയിൽ എന്ന സിനിമ. നീലക്കുയിൽ സിനിമയുടെ ഒരു ചരിത്രം പറയണമെന്നുണ്ടെങ്കിൽ അതിൽ ഈ കോഴിക്കോട് ആകാശവാണിയിൽ ഭാസ്കരൻ മാസ്റ്റർ ജോലി നോക്കിയിരുന്നു. അവിടുത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്നു. അന്ന് അവിടെ ഉറൂബ്, കെ രാഘവൻ ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ പുതിയ സിനിമ, അന്ന് തമിഴ് സിനിമകളിലെ അനുകരണങ്ങളായിരുന്നു മലയാളത്തെ സിനിമകളായിട്ട് പുറപ്പെട്ടു വന്നിട്ടുള്ളത്. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വരുത്തുന്നു എന്നുള്ള ഒരു നവോത്ഥാന കാലഘട്ടമായിരുന്നു മലയാള സിനിമയിൽ. അതിനുവേണ്ടി ഭാസ്കരൻ മാസ്റ്റർ മുൻകൈ എടുത്തു. അദ്ദേഹത്തിൻ്റെ സിനിമാ സ്വപ്നങ്ങളിൽ ഗാനരചനയിലും അതിൻ്റെ ഉള്ളിലൊരു നടനും ഉണ്ടായിരുന്നു. അത് കുറേ നാളായിട്ട് അങ്ങനെ അദ്ദേഹം പുസ്തകം വായിച്ചും മദ്രാസിൽ സിനിമാ സെറ്റുകളിൽ പോയി കണ്ടുമൊക്കെയുള്ള പരിചയം കൊണ്ട് പിന്നെ അദ്ദേഹം ഗാനരചനയിൽ പങ്കെടുത്ത സന്ദർഭങ്ങളിൽ ആ സിനിമകളുടെ ഷൂട്ടിംഗ് കണ്ട ഒരു പരിചയവും മനസ്സിൽ സൂക്ഷിച്ച സങ്കല്പങ്ങളും ചേർത്തിട്ട് ഉറൂബിനോട് പറയുകയും ഒരു സാമൂഹ്യ മാറ്റത്തിന് കാരണമാകുന്നൊരു കഥ വേണമെന്ന് പറയുകയും അങ്ങനെ നീലക്കുയിൽ എന്ന ചലച്ചിത്രം അവിടെ രൂപം കൊള്ളുകയാണ്. അത് സംവിധാനം ചെയ്തത് രാമു കരിയാട്ടും ഭാസ്കരൻ മാസ്റ്ററും ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. അതിലൂടെയാണ് മലയാളത്തിലെ ഇന്നത്തെ ക്ലാസിക് ക്യാമറാമാൻ എന്ന് വിശേഷിക്കപ്പെടാവുന്ന വിൻസെന്റ് മാസ്റ്റർ ക്യാമറയുമായി വരുന്നത്. അങ്ങനെ അതിൽ പാട്ടുകൾ ഭാസ്കരൻ മാസ്റ്റർ എഴുതി. പക്ഷെ അതിൻ്റെ അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഗായക എന്നൊക്കെ പറഞ്ഞ് ഹിന്ദി പാട്ടുകളുടെ അനുകരിച്ച് അന്ന് പാട്ടുകൾ എഴുതുകയായിരുന്നു. ഇതങ്ങനല്ല, സ്വതന്ത്രമായിട്ട് മലയാള മണ്ണിൻ്റെ, കേരളത്തിൻ്റെ പച്ച മലയാളം എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചുള്ള പാട്ടാണ് ഇതെല്ലാം. എല്ലാവരും ചൊല്ലാണ്, എങ്ങനെ നീ മറക്കും, കായലരികത്ത്, അങ്ങനെ എല്ലാ പാട്ടും ഈ നാടൻ നമുക്ക് ഏതൊരു സാധാരണക്കാരനും മൂളിക്കൊണ്ട് വരാവുന്ന പദങ്ങൾ ഉപയോഗിച്ച് ഭാസ്കരൻ മാസ്റ്റർ മലയാള ഗാനരംഗത്തേക്ക് പുതിയതായിട്ട് സാധാരണക്കാരൻ്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അങ്ങനെ പാട്ട് രചിച്ചൊരു പുതിയ ചരിത്രം സൃഷ്ടിച്ചു. അതിന് രാഘവ മാസ്റ്റർ കൊടുത്ത സംഗീതവും ഹൃദ്യവും പുതുമയുള്ളതുമായിരുന്നു. അങ്ങനെ സാധാരണക്കാരൻ നമ്മുടെ ചുറ്റുവട്ടത്ത് പാടിക്കൊണ്ടും ചായക്കടയിൽ ഇരുന്ന് പാടുന്നതും അല്ലാതെ പാടുന്ന അങ്ങനെയുള്ള പാട്ടുകൾ ജനങ്ങൾ ഏറ്റുപിടിച്ചു. അങ്ങനെ 54 നീലക്കുയിൽ മലയാള സിനിമയുടെ ഗാനരംഗത്ത് മാത്രമല്ല സിനിമയുടെ കാഴ്ചയിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തിയ ഒരു ചിത്രമായിരുന്നു അത്. ഭാസ്കരൻ മാസ്റ്റർ ഗാനരചയിത എന്ന നിലയിലും ഒരു സംവിധാനം എന്ന നിലയിലും പിന്നെ അദ്ദേഹം അതിനകത്ത് അഭിനയിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന ഒരു സിനിമയായിരുന്നു നീലക്കുയിൽ. അങ്ങനെ ഭാസ്കരൻ മാസ്റ്റർ മലയാളത്തിലെ ഒരു മാസ്റ്ററായി മാറുകയായിരുന്നു. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൽ